അപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ, ഒരു ലോങ് വീഡിയോ ആയിട്ട്. കുറച്ച് തിരക്കിലായിപ്പോയി, അപ്പോൾ ലോങ് വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ കുറച്ചായിട്ട്. അപ്പോൾ ഇന്ന് നല്ലൊരു അടിപൊളി ഉണ്ണിയപ്പം തന്നെയാണ് കേട്ടോ, നല്ല ബോൾ പോലെ പൊങ്ങി വന്നിട്ടുള്ളത്. അത് നമ്മുടെ സോഡാപ്പൊടി ഒന്നും ചേർക്കാതെ കേട്ടോ ഞാനിത് റെഡിയാക്കിയിട്ടുള്ളത്. മാവ് നമ്മുടെ മദ്രസയിലെ കുട്ടികളെ മൗലൂദാണല്ലോ ഇപ്പോൾ, റബീഉൽ അവ്വൽ മാസമാണല്ലോ. അപ്പോൾ കുട്ടികൾക്ക് മൗലൂദിന് വേണ്ടിയിട്ട് പലഹാരം കൊടുക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കുകയാണ്. ഇത് കറക്റ്റ് 300 ഏറെ കിട്ടും കേട്ടോ ചിലപ്പോൾ. അപ്പോൾ ആ അളവ് കറക്റ്റ് അളവാണ്. ഇത് കണ്ടു നോക്കണം കേട്ടോ, സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ റെഡിയാക്കാമെന്ന് കണ്ടു നോക്കാം കേട്ടോ. ഇതാ ഞാൻ മൈസൂർ പഴം പറയട്ടോ, മലപ്പുറം ഭാഗത്തൊക്കെ നിങ്ങളവിടെ എന്താ പറയുക എനിക്കറിയില്ല. അപ്പോൾ ഇതൊരു 8 9 ആ ഒരു എണ്ണത്തിലെടുത്തിട്ടുണ്ട്. അതുപോലെ ശർക്കര 1.5 കിലോ ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾ മധുരത്തിന് ആവശ്യം, മധുരം കുറവ് മതിയെങ്കിൽ ഇത്ര വേണ്ട കേട്ടോ, അതിന് കുറച്ച് കുറക്കാം. അതുപോലെ ചോറ് എടുത്തിട്ടുണ്ട്, നമ്മുടെ കഴിക്കുന്ന സാധാ ചോറാണ് എടുത്തിട്ടുള്ളത്. അതൊരു 2.5 കപ്പ്. പിന്നെ തേങ്ങാക്കൊത്ത് അത് 1.5 തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ എള്ളും ചെറിയ ജീരകമാണ് ആവശ്യമുള്ളത്. പിന്നെ നമ്മുടെ അരി കേട്ടോ, പച്ചരി, റേഷൻ കടയിലത്തെ പച്ചരിയാണല്ലോ, അത് കുതിർത്തി വെച്ചിട്ടുണ്ട്. അത് 2.5 കിലോ ഉണ്ട് കേട്ടോ, 2.5 കിലോനാണ് വേണ്ടത്. അങ്ങനെ അതാ ശർക്കരയിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അത് ഒരുക്കിയെടുത്തിട്ടുണ്ട്. അരി നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, ഒക്കെ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. അങ്ങനെ അത് അരച്ചെടുത്ത ശേഷം അതിലേക്ക് തേങ്ങ കൊത്തും, പിന്നെ എള്ളും ചെറിയ ജീരകവും അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ശർക്കര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോട് കൂടി തന്നെ ഇതിലേക്ക് ഒഴിക്കണം കേട്ടോ, ചൂടാറാൻ വേണ്ടി നിൽക്കരുത്. അങ്ങനെ അത് മാവിലേക്ക് അങ്ങനെ തന്നെ ഒഴിച്ചെടുത്തിട്ട് അത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. ഞാനിത് രാത്രിയാണ് റെഡിയാക്കി വെക്കുന്നത്, ഒരു ഏകദേശം 10:30 ആ ടൈം ആയിട്ടുണ്ട്. ഇനി ഒരു രാവിലെ 5 മണി ഒക്കെ ആ ടൈം, 5 മണിക്ക് ശേഷമാട്ടോ ഞാനിത് ചുട്ടെടുക്കുന്നത്. അത്രയും നേരം ഇത് റെസ്റ്റിലാണ് കേട്ടോ, അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. കാരണം രാവിലെയുള്ള കുട്ടികൾക്ക് മദ്രസക്ക് കൊടുത്തേക്കേണ്ടത്, അപ്പോൾ രാത്രി അരച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മാവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ഈ പാത്രത്തിലാണ് കേട്ടോ മാവ് അരച്ച് വെച്ചത്. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വെക്കുന്നുണ്ട് കേട്ടോ, മധുരം ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ അവിടെ റെഡിയായി. ഇനി നമുക്ക് ചട്ടിയൊക്കെ ചൂടായി, എണ്ണയൊക്കെ ചൂടായ ശേഷം നമുക്കതൊന്ന് ചുട്ടെടുക്കാം കേട്ടോ. നമ്മളിത് ഒഴിക്കുമ്പോൾ ഇതിൻ്റെ ഒരു കുഴീൻ്റെ 3/4 ഭാഗമാണ് നമ്മൾ മാവ് ഒഴിക്കേണ്ടത് കേട്ടോ. കാരണം അത് പൊങ്ങി വരുമ്പോൾ ഒന്ന് കുഴിന്നറിയുമല്ലോ, അല്ലെങ്കിൽ പിന്നെ പുറത്തേക്കൊക്കെ ഒലിച്ചത് കാണാൻ ഭംഗി ഉണ്ടാവില്ല ഉണ്ണിയപ്പം. അപ്പോൾ പിന്നെ അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാ. ഇതിങ്ങനെ ഒന്ന് പൊങ്ങി നല്ലപോലെ പൊങ്ങി വന്ന് കണ്ടില്ല, അതിൽ സോഡ ഒന്നും ചേർത്തിട്ടില്ല. അതിങ്ങനെ പൊങ്ങി വന്നേക്കത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ നല്ല ഗോൾഡൻ കളറാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ്ട കേട്ടോ. അങ്ങനെ ആകുമ്പോഴാണത് കാരണം പിന്നെ അത് ഒന്നും കൂടെ അത് കളറ് കിട്ടും, പിന്നെ അത് കരിഞ്ഞ കളറാവും നമ്മൾ കുറച്ചും കൂടി വെയിറ്റ് ചെയ്താൽ. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് കഴിച്ചെടുക്കണം. അതുപോലെ ആരെടുത്ത ഉണ്ണിയപ്പമാണ്, മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾ ഉണ്ണിയപ്പം ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. പിന്നെ ട്രൈ ചെയ്യാൻ മറക്കണ്ട കേട്ടോ, അത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യണേ. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.